നമസ്കാരം. 2026 മാർച്ച് മാസം തുലാക്കൂറുകാരുടെ, അതായത് ചിത്തിരയുടെ 3-4 പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1-2-3 പാദങ്ങളിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ഒരു സാധാരണ മാസമല്ല ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മാസം മനസ്സിന് ഇത്രയധികം സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നത്? എന്നാൽ അതേസമയം ചില മേഖലകളിൽ വലിയ അവസരങ്ങൾ ഉണ്ടുതാനും. ഇതിന് കാരണം നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ മാസം നടക്കുന്ന ചില അപൂർവമായ കൂടിച്ചേരലുകളാണ്. ഈ മാസം നിങ്ങൾക്കൊരു പരീക്ഷണവും ഒരേ സമയം വലിയൊരു ഉയർച്ചയും നൽകുന്ന മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ഭാവങ്ങളെ ഗ്രഹങ്ങൾ നേരിട്ടാണ് സ്പർശിക്കുന്നത്. ഭയപ്പെടാനല്ല, മറിച്ച് കാര്യങ്ങളെ യുക്തിസഹമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. 9ാം ഭാവത്തിലെ വ്യാഴമാണ് ഏറ്റവും വലിയൊരു രക്ഷാകവചമായി നിങ്ങൾക്ക് നിൽക്കുന്നത്. ഭാഗ്യം, ധർമ്മം, വിദേശം എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സംരക്ഷണവും ദൈവാനുഗ്രഹവും നൽകുന്നുണ്ട്. തുലാം രാശിയുടെ അധിപനായ ശുക്രൻ 6ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി ശനിയോടൊപ്പമാണ് നിൽക്കുന്നത്. 6ാം ഭാവം എന്നത് രോഗം, കടം, ശത്രുക്കൾ, കഠിനാധ്വാനം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ രാശ്യാധിപൻ ഇവിടെ ഉച്ചത്തിലായതിനാൽ ഏത് പോരാട്ടത്തിലും നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ കർമ്മകാരകനായ ശനി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. നിങ്ങളുടെ സഹനശക്തി ഈ മാസം പരീക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. 5ാം ഭാവത്തിൽ, അതായത് കുംഭം രാശിയിൽ രാഹു, സൂര്യൻ, മാർച്ച് പകുതി വരെ ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഒന്നിക്കുന്നത്. ബുദ്ധി, പ്രണയം, മക്കൾ എന്നിവയുടെ ഭാവമാണ്. ഈ കൂട്ടുകെട്ട് മനസ്സിന് അല്പം അലോസരപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അസാമാന്യമായ ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ, അതായത് ചിങ്ങം രാശിയിൽ കേതുവാണ് നിൽക്കുന്നത്. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അച്ചടക്കം വേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാസവും കൂടിയാണ്. ഇനി നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ തൊഴിൽ രംഗത്തേക്ക് വരാം. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഏറ്റവും വലിയ മാറ്റങ്ങളും പരീക്ഷണങ്ങളും സംഭവിക്കുവാൻ പോകുന്നത്. 6ാം ഭാവം എന്നത് നമ്മുടെ കർമ്മരംഗത്തെയും ജോലിസ്ഥലത്തെ ശത്രുക്കളെയും മത്സരങ്ങളെയും സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഇവിടെയാണ് കർമ്മകാരകനായ ശനിയും ഉച്ചസ്ഥനായ ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത്. ഇതിന്റെ ഫലമായി ജോലിസ്ഥലത്തെ വലിയ രീതിയിലുള്ള മത്സരവും മാനസിക സമ്മർദ്ദവും നിങ്ങൾക്ക് ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന്, ഓഫീസിലെ മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രൊമോഷനോ പ്രോജക്റ്റോ മറ്റാരെങ്കിലുമൊക്കെ തട്ടിയെടുക്കുവാൻ ശ്രമിച്ചേക്കാം. നിങ്ങളുടെ കർമ്മമേഖല ഏതു തന്നെയായാലും സഹപ്രവർത്തകരിൽ ചിലരുടെ ഭാഗത്തു നിന്ന് നിസ്സഹകരണം നേരിടാനും സാധ്യത കാണുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി, അതായത് ഏറ്റവും ശക്തനായി നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഏതു തന്നെ പ്രതിസന്ധി വന്നാലും വളരെ തന്ത്രപൂർവ്വം നേരിടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ പൊട്ടിത്തെറിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് മാത്രം കാര്യങ്ങളെ നേരിടേണ്ടതാണ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളില്ലാതെ സത്യസന്ധമായി ജോലി ചെയ്താൽ വിജയം നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ബാങ്കിംഗ്, IT മേഖല, അക്കൗണ്ടിംഗ്, നിയമം, സർക്കാർ സർവീസ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയതും വലുതുമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്ന മാസമാണ് ഈ മാർച്ച് മാസം. നിങ്ങളുടെ സ്ഥിരതയും കഴിവും മേലധികാരികൾക്ക് മുന്നിൽ ഒന്നിലധികം പ്രാവശ്യം തെളിയിക്കേണ്ട സാഹചര്യവും കാണുന്നുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് ഇതൊരു റീസ്ട്രക്ചറിങ് സമയമാണ്. അതായത് കാലങ്ങളായി ബിസിനസ്സിൽ പിന്തുടരുന്ന ചില പഴയ രീതികളൊക്കെ ഉപേക്ഷിച്ച് പുതിയ കാലത്തിനൊത്ത തന്ത്രങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. ചിലപ്പോൾ ലാഭമില്ലാത്ത ചില പ്രോജക്റ്റുകളോ ഉൽപ്പന്നങ്ങളോ ഒക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 5ാം ഭാവത്തിലെ രാഹു, ചൊവ്വ കൂട്ടുകെട്ട് ഈ മാസം നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ റിസ്ക് എടുക്കുവാനുള്ള അമിതമായ ആവേശവും ധൈര്യവും നൽകുന്നതാണ്. ഉദാഹരണത്തിന്, വലിയൊരു തുക പെട്ടെന്ന് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ ചുരുക്കത്തിൽ പുതിയൊരു പാർട്ണർഷിപ്പിൽ ഒപ്പുവെക്കുവാനോ ഒക്കെ മനസ്സ് വെമ്പുന്നതാണ്. എന്നാൽ യാതൊരു കാരണവശാലും എടുത്തുചാട്ടം നിങ്ങൾ ഈ മാസം കാണിക്കരുത്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് എന്നർത്ഥം. അതേസമയം 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ബിസിനസ്സിന് വലിയൊരു നേട്ടവും നൽകുന്നുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾ, വിദേശ ക്ലയന്റുകളുമായുള്ള പുതിയ ഡീലുകൾ, നിയമപരമായി സുരക്ഷിതമായ ബിസിനസ് വികസനം എന്നിവയിൽ ഈ മാസം നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ
വളരെ ചിന്തിച്ചും അത് പഠിച്ചും മാത്രം നടത്തുന്ന നീക്കങ്ങൾ വിജയത്തിൽ എത്തുന്നതുമാണ്. ഇനി നമുക്ക് തുലാം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് വളരെ വിശദമായി ഒന്ന് നോക്കിയാൽ, പണത്തിന്റെ കാര്യത്തിൽ ഒരു സമ്മിശ്ര ഫലമാണ് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആറാം ഭാവം എന്നത് രോഗത്തിന്റെയും ശത്രുക്കളുടെയും മാത്രമല്ല, കടബാധ്യതകളുടെയും കൂടി ഭാവമാണ്. ഇവിടെ ശനിയും ശുക്രനും നിൽക്കുന്നത് കൊണ്ട് കാലങ്ങളായി നിങ്ങളെ അലട്ടുന്ന പഴയ ലോണുകൾ, ചിട്ടികൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ എന്നിവ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണം എന്ന ശക്തമായ ആഗ്രഹം ഈ മാസം നിങ്ങളിൽ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. അഞ്ചാം ഭാവത്തിലെ ചൊവ്വ രാഹു സംയോഗം കാരണം ചില അപ്രതീക്ഷിതമായ ചിലവുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ഉദാഹരണത്തിന്, വാഹനത്തിന് പെട്ടെന്നൊരു അറ്റകുറ്റപ്പണി വേണ്ടി വരിക, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ മെഡിക്കൽ ചിലവുകളൊക്കെ വരിക, അതും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കുറച്ച് പണം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചിലവുകൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം 11ാം ഭാവത്തിലെ കേതു നിങ്ങളെ ഈ മാസം വലിയൊരു സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കുന്നതാണ്. അതായത് അനാവശ്യമായി പണം ചെലവാക്കുന്ന ശീലത്തിന് കേതു ഒരു ബ്രേക്ക് ഇടും. ഏറ്റവും വലിയ ആശ്വാസം 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. ഗുരുവിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് പതിയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല. എത്ര വലിയ ചിലവുകളൊക്കെ വന്നാലും അതിനുള്ള പണം എവിടെ നിന്നെങ്കിലും കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ്. സ്വർണം, ഭൂമി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യവും മാർച്ച് 14 ശേഷം കാണുന്നുണ്ട്. ഈ കാലയളവിൽ കുടുംബ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും അല്പം ശ്രദ്ധ ആവശ്യമാണ്. 5ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളതിനാൽ ഇതൊക്കെ അഗ്നിഗ്രഹങ്ങളാണ്. കുടുംബത്തിലും ദാമ്പത്യത്തിലും ചെറിയ ഈഗോ പ്രശ്നങ്ങൾ തലപൊക്കുവാൻ ഇടയുണ്ട്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന വാശിയൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. മക്കളുടെ പഠനം, പെരുമാറ്റം അല്ലെങ്കിൽ ആരോഗ്യം എന്നിവയെ ചൊല്ലി ചില ആശങ്കകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസവുമാണ്. നിങ്ങൾ അവരോട് ശാന്തമായി സംസാരിക്കേണ്ടുന്ന ഒരു മാസവും കൂടിയാണ്. പ്രണയിക്കുന്നവർക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും. വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ ബന്ധങ്ങൾ തകരാതെ ശുഭകരമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി നമ്മൾ ആരോഗ്യം, വിദ്യാഭ്യാസം, വിദേശയാത്ര എന്നീ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണ്ടുന്ന മാസമാണ്. 6ാം ഭാവത്തിലെ ശനി ശുക്ര സംയോഗം 5ാം ഭാവത്തിലെ ഗ്രഹസ്ഥിതിയും കാരണം രക്തസമ്മർദ്ദം, കടുത്ത തലവേദന, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ചർമ്മ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 2 ആഴ്ച ഏകാഗ്രത കുറയുവാൻ സാധ്യതയുണ്ടെങ്കിലും മാർച്ച് മാസത്തിന്റെ പകുതിയോടെ സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് 9ാം ഭാവത്തിലെ ഗുരുദൃഷ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്നതുമാണ്. വിസ സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങുകയും ചെയ്യും. ഇനി നക്ഷത്രാടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിയാൽ ചിത്തിര 3, 4 പാദ നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽപരമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന മാസമാണ്. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരുമെങ്കിലും നിങ്ങളുടെ കോപം ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ചോദ്യ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കുവാനും അതുപോലെ വിദേശ യാത്രകളൊക്കെ സഫലമാകുവാനും സാധ്യതയേറെയുള്ള ഒരു മാസമാണ്. വിശാഖം 1, 2, 3 പാദ നക്ഷത്രക്കാർക്ക് കുടുംബ സമാധാനത്തിനായി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ ആഴ്ചയും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത്. മാർച്ച് 1 മുതൽ 7 വരെ നിങ്ങൾക്കൊരൽപ്പം മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേൽ പെട്ടെന്ന് ജോലിഭാരം കൂടുന്നതായി അനുഭവപ്പെടും. സാമ്പത്തികമായി ചില അപ്രതീക്ഷിതമായ ചിലവുകൾ മുന്നിൽ വരാം. ഈ ആഴ്ച നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു തീരുമാനം എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും ശാന്തമായി നിലകൊള്ളും എന്നതാണ്. എടുത്തുചാടി യാതൊരു തീരുമാനങ്ങളും ഈ സമയത്ത് നിങ്ങൾ എടുക്കരുത്. മാർച്ച് 8 മുതൽ 14 വരെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മരംഗത്തിലേക്കും മാറുന്നതാണ്. കടങ്ങൾ തീർക്കുവാനോ പുതിയ ഫണ്ടുകൾ കണ്ടെത്തുവാനോ ഉള്ള നെട്ടോട്ടത്തിലാകും നിങ്ങൾ.
ബിസിനസ് ചെയ്യുന്നവർക്ക് ചില പുതിയ ഐഡിയകളൊക്കെ തോന്നുമെങ്കിലും അത് നടപ്പിലാക്കുവാൻ മാർച്ച് 8 മുതൽ 14 വരെയുള്ള സമയം അനുകൂലമല്ല. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ 9ാം ഭാവത്തിലെ ഗുരുവിന്റെ അനുഗ്രഹമുള്ളതിനാൽ ഏത് വലിയ പ്രതിസന്ധിയിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു സഹായം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉറക്കം, BP ഈ ആഴ്ച അതായത് മാർച്ച് 8 മുതൽ 14 വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ച് 15 മുതൽ 21 വരെ നോക്കുമ്പോൾ മാർച്ച് 15 ശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ തുടങ്ങുന്നതാണ്. ഇതിന് കാരണം 5ാം ഭാവത്തിൽ നിന്ന് സൂര്യൻ 6ാം ഭാവത്തിലേക്ക് അതായത് മീനം രാശിയിലേക്ക് മാറുന്നുണ്ട്. 6ാം ഭാവത്തിലെ സൂര്യൻ ശത്രുക്കളെ ഇല്ലാതാക്കും, പോരാട്ടങ്ങളിൽ വിജയിക്കുവാനുള്ള വലിയൊരു ഊർജം നൽകുന്നതാണ്. ആദ്യ 2 ആഴ്ച അനുഭവിച്ച നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന് വലിയൊരു അയവ് വരുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളെ തളർത്തുവാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനും നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ ലഭിക്കുവാനും മാർച്ച് 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ ഇടയുണ്ട്. ബിസിനസ്സുകാർക്ക് തടസ്സപ്പെട്ട് കിടന്ന പ്രോജക്റ്റുകളൊക്കെ വീണ്ടും ആരംഭിക്കാവുന്നതാണ്. മാർച്ച് 22 മുതൽ 31 വരെയുള്ള ഈ ഒരു കാലയളവ് നോക്കുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഈ ദിവസങ്ങളിൽ ലഭിച്ചു തുടങ്ങും. സാമ്പത്തികമായി വലിയൊരു ആശ്വാസം ലഭിക്കുന്നതാണ്. പണം കൃത്യമായി വന്നു ചേരുകയും അനാവശ്യമായ ചിലവുകൾ കുറയുകയും ചെയ്യും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളും ഈഗോ ക്ലാഷുകളുമൊക്കെ മാറി സമാധാനം തിരികെ വരുന്ന സാഹചര്യമുണ്ടാകും. വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്കോ വിസ കാര്യങ്ങൾക്കോ ഈ സമയം വളരെ അനുകൂലമാണ്. മൊത്തത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് കടന്നുപോയി ശാന്തമാകുന്ന ഒരു അന്തരീക്ഷം കൈവരുന്ന ഒരു സമയമാണ് മാസത്തിന്റെ അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നത്. ഈ മാസത്തെ കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാക്കി മാറ്റുവാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി പറയാം. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നെയ് വിളക്ക് കത്തിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഗുരുവിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ഭഗവാനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ ഭജിക്കുക. ഒപ്പം അവിടെ പാൽപ്പായസ വഴിപാട് കൂടി ചെയ്യുന്നത് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും പ്രത്യേകമായ പൂജകളിലും ചേർക്കുന്നതുമാണ്. അപ്പോൾ ഈ മാർച്ച് മാസം നിങ്ങളുടെ കർമ്മമേഖലയിൽ ചില കാര്യങ്ങളൊക്കെ വൈകും. ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കുവാനും ചില ബന്ധങ്ങളൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു മാസവുമാണ്. പക്ഷേ 9ാം ഭാവത്തിൽ സാക്ഷാൽ ഗുരു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ഒറ്റപ്പെടില്ല. നിങ്ങളുടെ കർമ്മമേഖലയായാലും സാമ്പത്തികമായും കാര്യങ്ങളൊക്കെ മാർച്ച് 15 ശേഷം അനുകൂലമായി വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അദൃശ്യമായ ഒരു ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.